ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ പാറുവിന് സോളോയിങ് തെറാപ്പി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സോളോയിങ് തെറാപ്പി എന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അത്ര വലിയ ഐഡിയ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ ചവയ്ക്കുക, ഇറക്കുക, നാവിൻ്റെ മൂവ്മെൻറ്റ്, ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ്, അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊക്കെ അത് നോർമലി അച്ചീവ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്ന പോലും ചിന്തിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ പാറുവിന് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് ഞങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു ചിന്ത എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് സോളോയിങ് ചെയ്തു കൊടുക്കണ്ടേ, എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതിന് എന്ത് മാറ്റങ്ങളാണ് സോളോയിങ്ങിനെ കൊണ്ട് ഉണ്ടാകുന്നത് എന്നറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോളോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് ഞങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും ട്രിക്കുകൾ കിട്ടാനുണ്ടെങ്കിലോ എന്തെങ്കിലും ടെക്നിക്സ് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് മൂന്നാമത്തെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു തെറാപ്പിസ്റ്റിനെ കാണണം. അവർ പറഞ്ഞു തരുന്ന രീതിക്ക് അനുസരിച്ച് ചെയ്യണം. കാരണം കുട്ടിക്ക് വീക്ക്നെസ് ആണോ സ്ട്രെങ്ത്നെസ് ആണോ ഉള്ളത്, എവിടേക്കാണ് വീക്ക് ഉള്ളത് എന്നൊക്കെ തെറാപ്പിസ്റ്റിനെ പറഞ്ഞു തരാൻ അറിയുള്ളൂ. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ പാറുവിന് കുറച്ച് മുന്നേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ കാവ്യ എന്ന് പറയുന്ന മേഡത്തിൻ്റെ അസിസ്റ്റൻസിലായിരുന്നു നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുടങ്ങിയതിന് ശേഷം പാറുവിൻ്റെ ബൈറ്റിങ് കുറച്ച് ഇമ്പ്രൂവ് ആയി. അവൾ ചവയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-3 തവണയായിട്ട് അവൾ ചവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഗൗതം എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, തെറാപ്പികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് ചൂയിങ് ട്യൂബ് എന്ന് പറയും. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, ഇത് ലോലിപോപ്പിൻ്റെ കോലാണ് അത്. പിന്നെ ഒരു ഡയറി മിൽക്ക്, ഈ നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ചോക്ലേറ്റ്സ് വേണം, ഒന്നെങ്കിൽ ഡയറി മിൽക്ക്, മിൽക്കി ബാർ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ. പിന്നെ ഒരു ചെറുനാരങ്ങ, പിന്നെ ഇത് തേനാണ്, ഇത് പുളിമുട്ടായി, ഇത് ഫിംഗർ ബ്രഷ്, പിന്നെ ഇത് തണുത്ത വെള്ളം. ഐസ് വാട്ടർ ആണ് ശരിക്കും വേണ്ടത്, ഞങ്ങൾക്ക് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണ പച്ചവെള്ളം എടുത്തു. ഇത് ചൂടുള്ള വെള്ളമാണ്. പിന്നെ ഒരു ബ്രഷ്, പെയിൻറ്റിങ് ബ്രഷ്. ശരിക്കും പെയിൻറ്റിങ് ബ്രഷ് അല്ല വേണ്ടത്, തൂവലാണ് വേണ്ടത്. തൂവൽ എന്ന് പറഞ്ഞാൽ ഈ തുഞ്ചത്ത് മാത്രം ആക്കിയിട്ട് ബാക്കി പറിച്ച് കളഞ്ഞിട്ട് സ്റ്റിക്കാക്കി വെക്കില്ലേ, ആ ഒരു സാധനമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ തൂവൽ നമുക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രഷാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രഷ് എടുക്കുമ്പം ഇതൊക്കെ തട്ടിപ്പോവാൻ, വായൻ്റെ അകത്ത് ഇതൊക്കെ തട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ സ്പോഞ്ച്, പിന്നെ ഒരു ജ്യൂസ്, എന്തെങ്കിലും ഒരു ജ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ തെറാപ്പിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഏതൊക്കെ തെറാപ്പീസ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മറന്നു പോവാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കാറാണ്. അപ്പോൾ പാറുവെ ചെയ്യുന്നതാണ് ഇത് ഞാൻ എനിക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ ഞാൻ ഓരോന്ന് പോയിന്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഫസ്റ്റ് പാറുവിനെ പൊസിഷനിൽ ഇരുത്തണം. അപ്പോൾ പാറു സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോർണർ വരുന്ന രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരുത്തുന്നത്. അല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ഇരുത്തിയാൽ മതി. അപ്പോൾ പാറുവിനെ ഒന്ന് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, എനർജറ്റിക് ആക്കണം. പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഒന്ന് ഉഷാറാക്കിയിട്ട് വേണം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഒന്ന് സ്പെക്സ് അഴിച്ച് മാറ്റി വയ്ക്കാം. പാറു ാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 3 ഫിംഗേഴ്സ് എടുക്കുക. 3 ഫിംഗേഴ്സ് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും 10 ടൈംസ് ചെയ്തു. പിന്നെ ഇരുത്തുമ്പോൾ ശ്രദ്ധിക്കണം, തലയും സ്പൈനലും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന രീതിയിൽ ഇരുത്തണം. അല്ലെങ്കിൽ ഇവർ ഉമിനീരൊക്കെ ഇറക്കുമ്പോൾ തരിപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇവരെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് കണ്ണിന് ഇവിടെ ഫെദർ ടച്ചാണ്, അതായത് പതുക്കെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. 1 2 3 4 5 6 7 8 9 10. അടുത്തത് 1 2 3 4 5 6 7 8 9
10. അടുത്ത എക്സസൈസ് വരുന്നത് നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ട് ലിപ്പിൻ്റെ ഹാഫ് സൈഡിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കടക്കുന്നില്ല കേട്ടോ, ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 4 5 എന്താ പറഞ്ഞ 6 7 8 9 10. ഇതേപോലെ തന്നെ താഴെയും ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ചുണ്ടിൻ്റെ താഴെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഇനി ഒരു ഫിംഗർ വെച്ചിട്ടാണ് 1 2 3 4 5 6 7 8. അടുത്തത് 2 വിരൽ വെച്ചിട്ട് ചെയ്യുന്ന 2 കൈയിൻ്റെയും 2 വിരൽ വെച്ചിട്ട് ചുണ്ടിൻ്റെ ഇവിടെ വെച്ചിട്ട് ഒരു കൈ അപ്പുറം ഒരു കൈ ഇപ്പുറം വെച്ചിട്ട് നമ്മൾ ഗായ എഴുതില്ലേ അതേമാതിരി 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്തത് ചുണ്ടിൻ്റെ മസിൽസൊക്കെ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഒരു ഫിംഗർ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ 1 2 3 4 5 6 7 8 9 10. അടുത്തത് നമ്മുടെ ചെവിൻ്റെ ഇവിടെ, അതായത് ഈ ജോ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിന്റിൽ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. അടുത്തത് ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ജോൻ്റെ അടുത്തേക്ക് 1 2 3 4 5 6 7 8 9 10. ഈ മസാജ് എന്തിനാന്ന് വെച്ചാൽ പാറു നന്നായിട്ട് പല്ല് കടിക്കും ഇവിടെ. അപ്പോൾ അതൊന്ന് എന്താ പറയുക കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ. ഇനി അടുത്തത് ജോൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ വിരൽ ഈ ജോ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഫ്രണ്ട് ബാക്ക് ആ ഒരു ഡയറക്ഷനിൽ ചെയ്യണം. അപ്പോൾ തല ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 1 2 3 4 1 2 3 4 1 2 3 4. ഇനി ഈ സൈഡും അതേപോലെ ചെയ്യാം. 1 2 1 2 3 4 1 2 3 4. അത് ചെയ്ത് കഴിഞ്ഞാൽ ജോ കൂട്ടി വെച്ചിട്ട് ഈ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഇത് ഞാൻ കുറച്ചധികം സമയം ചെയ്യാറുണ്ട്, കാരണം അവർക്ക് ജോൻ്റെ സ്റ്റെബിലിറ്റി തീരെ കുറവാണ്. ഇതിന് ശേഷം വായ തുറന്ന് വെച്ചിട്ട് കടിക്കില്ലേ ആ മൂവ്മെൻറ്റ്സ് കൊടുക്കണം. 1 2 3 4 5 ഐ പറോ ഐ പറോ ഐ. ഇത് പറഞ്ഞ ഇഷ്ടമാണല്ലോ. ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഇവരെ മൂഡും കൂടി നോക്കണം. ഇവർ നല്ല ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുത്താലേ ഇവരുടെ ഭാഗത്തു നിന്നുള്ള നല്ല റെസ്പോൺസ് കിട്ടുള്ളൂ. പാറു പാറു കണ്ണ് തുറന്ന്. പാറുവിനെ സംബന്ധിച്ച് പാറുവിൻ്റെ ചുണ്ട് വീക്കാണ്, അതായത് അവൾക്ക് ചുണ്ട് ഒറ്റയ്ക്ക് അടച്ചു വെക്കാൻ അറിയില്ല. ഈ ചുണ്ടിങ്ങനെ അടച്ചു വെച്ചിട്ട് സ്ട്രോനോണ്ട് വലിച്ചെടുക്കാനോ ഊതാനോ നമ്മൾ സ്പൂണിൽ കൊടുത്താൽ സ്പൂൺ ഫീഡിങ്ങിന് ഇങ്ങനെ സ്പൂണിങ്ങനെ ചുണ്ട് വെച്ചിട്ട് ക്ലിയർ ചെയ്യാനോ അതൊന്നും പാറുവിന് ചുണ്ടിനെ കൊണ്ട് അറിയില്ല. ഇനി ഈ ജോ എന്ന് പറഞ്ഞാൽ ഈ ജോ എപ്പോഴും അവളിങ്ങനെ തുറന്നിട്ടുള്ള പൊസിഷൻ, അവൾ സാധാരണ വെക്കുന്ന പൊസിഷൻ ഇങ്ങനെ വായ തുറന്ന് നാവ് പുറത്തേക്കാക്കി ആ ഒരു പൊസിഷനിലാണ് വെക്കുന്നത്. അതായത് ഈ ജോ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഈ ജോ അവളെ ഇങ്ങനെ ആ മൂവ്മെൻറ്റ് കാണിക്കും, അല്ലാതെ ഇങ്ങനെ കടിച്ച് വെക്കാൻ അറിയില്ല. കടിച്ച് വെക്കുന്ന ടൈം കൂട്ടണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജോൻ്റെ ഈ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജോ ശരിയാവണം, ചുണ്ട് ശരിയാവണം. പിന്നെ ഉള്ളത് നാവാണ്. നാവിൻ്റെ മൂവ്മെൻറ്റ് അവൾ നാവ് മുന്നോട്ടും ബാക്കോട്ടും ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. നാവ് ഇങ്ങനെ സൈഡിലേക്ക് 2 സൈഡിലേക്ക് ആക്കുക, മേലേക്ക് ആക്കുക, അതറിയില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിനോണ്ടാണല്ലോ ഫുഡ് പോയിട്ട് നമ്മൾ ചവച്ചിറക്കുന്നത്. അതും അവർക്ക് അറിയില്ല. അപ്പോൾ അതും പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഓരോ പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ സ്പോഞ്ച് എടുത്തിട്ട് ഒന്ന് നിർത്തും. സ്പോഞ്ചിന് കഷ്ണം ഇതിനാണ് നമ്മൾ ചൂടുവെള്ളം ഐസും വാട്ടറും കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ പുറത്തുള്ള മസാജും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മസാജ് ചെയ്ത ഭാഗത്തൊക്കെ ആദ്യം ചൂടുവെള്ളം കൊണ്ട് ഒന്ന് സെൻസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഐസും വാട്ടറിൽ മുക്കിയിട്ട് അതും ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ ഇതേമാതിരി ഒന്ന് ചെയ്ത് കൊടുക്കണം. ചൂട് ഭാഗമാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. നല്ല ചൂടിൽ ചെയ്യരുത്. അവരുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ചൂട് എടുക്കണം. കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കവിളിൻ്റെയും ചുണ്ടിൻ്റെയും ജോയിൻ്റെയും മസാജും കാര്യങ്ങളുമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് വായൻ്റെ അകത്ത് ചെയ്യാനുള്ളതുണ്ട്. അത് നമ്മൾ സെക്കൻഡ് പാർട്ടിലിടാം. പിന്നെ ഈ ബാക്കി ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതൊക്കെ എന്തിനുള്ളതാണെന്നൊക്കെ വരും വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ തെറാപ്പി ആവശ്യമുള്ളവർ, ഇത് ഉപകാരപ്പെടുന്നവരൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടാം. അപ്പോൾ ബൈ ബൈ.